ഹലോ, ജയാസ് വെറൈറ്റി ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാചകമുണ്ട്. പിന്നെ മോൻ എന്നെ ഒരിടത്ത് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാനിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ചക്ക ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പഴുക്കാൻ, അതെടുത്തു. അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ അല്ലേ. പിന്നെയും രാവിലെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ അല്ലേ. അപ്പം നമുക്ക് അപ്പവും മുട്ടക്കറിയാണേ. പിന്നെ അപ്പത്തിൻ്റെ മാവൊക്കെ അങ്ങനെ പൊങ്ങി വന്ന് നിൽപ്പുണ്ട്. മുട്ട വേവിച്ച് വെച്ചു, മുട്ടക്കറിക്കുള്ളതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെക്കാവേ. അതിന് ശകലം ചക്കക്കുരു ഒരു നേരത്തെ കറിയേ വെക്കുന്നുള്ളൂ കേട്ടോ. ശകലം ചക്കക്കുരു മാങ്ങയും കൂടെ അരിഞ്ഞ് കുക്കറിനകത്തോട്ടിട്ട് ശകലം മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. നമ്മുടെ ചക്കക്കുരു മാങ്ങയ്ക്കും വേണ്ടിയ തേങ്ങ എടുത്തു, ശക്കല വെക്കുന്നുള്ളൂ കേട്ടോ. ഒരു നേരത്തേക്ക് 4 മിച്ചം വരും. മഞ്ഞൾപ്പൊടി, ഒരു ശകലം ജീരകം, ഇത്തിരി മതി, ഒത്തിരി ചുവയ്ക്കുന്ന എനിക്കിഷ്ടമില്ല. മുളക്, ചെറിയ ഉള്ളി, ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഞാൻ ആലോചിച്ചപ്പം ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ നമുക്ക് വെക്കാമെന്നൊരു തുപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചിടുന്നില്ല, കുഴയാതിരിക്കാൻ. നീളത്തിലായിരുന്നു അരിഞ്ഞ കേട്ടോ. എല്ലാവരും നീളത്തിൽ യൂട്യൂബിലൊക്കെ അരിയുന്ന കണ്ടിട്ട് എനിക്കൊരു കൊതി. അങ്ങനെ കൊള്ളത്തില്ലല്ലോ, നമുക്കും നീളത്തിലരിഞ്ഞ് എന്നെ അപ്പത്തിനെ നോക്കാം. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പം നമ്മുടെ അമ്മ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ ഒന്നുമല്ല കേട്ടോ, മണി സമയമായി. ഇന്ന് അമ്മയ്ക്ക് സ്പെഷ്യൽ താറാമുട്ട കേട്ടോ. അമ്മയുടെ താറാമുട്ട ഞങ്ങൾ പാണാവളിയിൽ നിന്ന് വന്ന വഴി മേടിച്ചുകൊണ്ട് വന്നാണേ. കോഴിമുട്ട കൂട്ടാന്നല്ലേ, അതുകൊണ്ട് താറാമുട്ട കഴിച്ചോ. അപ്പം ഞങ്ങളുടെ കുളിയെല്ലാം എൻ്റെ കഴിഞ്ഞു. ചേട്ടൻ കുളിക്കാൻ പോയി. അപ്പം ഞാൻ ഇച്ചിരി കട്ടൻ ചായ വെച്ചേക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. കട്ടൻ ചായ വെച്ചേക്കാം. കട്ടൻ ചായ നമുക്ക് വെക്കാം. കട്ടൻ ചായ ഇപ്പുറത്തെ അടുത്തോട്ട് വെക്കാവേ. ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറി വേവിച്ച് വെച്ചേക്കുവാണ്. അഥവാ നമുക്ക് ചക്കക്കുരു ഒക്കെ വെന്തില്ലെങ്കിൽ ചക്കക്കുരുവിന് എൻ്റെ സൗണ്ട് കുറവാണ്. നമ്മുടെ സൗന്ദര്യ ചേച്ചിയോട് പറഞ്ഞായിരുന്നല്ലേ. അങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ സൗന്ദര്യ. എനിക്ക് അതിനകത്ത് ഒരു പിണക്കമില്ല കേട്ടോ. ഞാൻ മൈക്ക് വാങ്ങിക്കാത്ത എന്നാണ് ഒരിതുണ്ട്, ഒരു തീരുമാനമുണ്ട്. സൗന്ദര്യം ഒന്നും വിചാരിക്കട്ടെ. എനിക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ അതൊക്കെ ചെയ്യത്തുള്ളൂ. എനിക്ക് ഒറ്റൊരു തീരുമാനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മൈക്ക് വാങ്ങിക്കാത്ത. അല്ലാണ്ട് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മൈക്കിനൊക്കെ എന്നാ പൈസയാവും അല്ലേ. ആ ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ സൗന്ദര്യം. എന്നോട് പിണങ്ങല്ലേ. ഞാനിപ്പോൾ മാക്സിമം ഉറക്കെ പറയാം കേട്ടോ. ഞാൻ ഉറക്കെ എൻ്റെ സൗണ്ടേ തുറന്നതാണ്. ഫോൺ ഓണാക്കി നല്ല ഓളിയത്തിലാണ് വെച്ചേക്കുന്നത്. ഒന്നുകൂടെ നോക്കട്ടെ. ഫോൺ നല്ല ഓളിയത്തിലാണ് വെച്ചേക്കുന്നത്. പിന്നെ എന്തിൻ്റെ ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ശരിക്കും സൗണ്ട് കുറവായിട്ടുള്ള സൗണ്ട് കുറവാന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു പരിഭവം വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ചക്കക്കുരുവിലോട്ട് പോയേക്കാം. ചക്കക്കുരു ഉടഞ്ഞില്ലെങ്കിൽ ബേഷിനെ കുത്തി ഉടയ്ക്കുക. നല്ല ശക്തി വേണം കേട്ടോ. നല്ല ശക്തിയായിട്ട്. എൻ്റെ ഉടഞ്ഞ ചക്കക്കുരു എന്നാലും ചിലതൊക്കെ കണ്ണ് തുറന്നാണ് കിടക്കുന്നത്. എല്ലാം ഒന്നും കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ണ് തുറന്ന് കിടക്കുന്നതിനെ അങ്ങ് കുത്തി ഉടയ്ക്കുക. കുറച്ചവിടെ പഠിക്കുക. ഇതാണ് ഇച്ചിരി പതുക്കെ പറഞ്ഞത്. അവനതൊന്നും വലിയ വിഷയമൊന്നുമല്ല. എത്ര ഉറക്കെ പറഞ്ഞാലും എൻ്റെ സൗണ്ട് എൻ്റെ ഈ ഫോണിനും പ്രശ്നം വരത്തില്ല. ഭയങ്കര നല്ല വിലയുടെ ഫോണല്ലേ, അതിനും പ്രശ്നം എന്തേലും ആയിരിക്കും കംപ്ലൈൻറ്റ്. നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മുടെ പ്രശ്നമായിരിക്കും. ഫോണിൻ്റെ ഒന്നും ആയിരിക്കാം. അല്ലേ വല്ല ഓപ്ഷനോ വല്ലതൊക്കെ ചിലപ്പോൾ മാറിക്കിടക്കുന്ന ആവാം കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ പരിശ്രമിക്കുന്നുണ്ട്. നല്ല ഉറക്ക പറയാം കേട്ടല്ലോ.
ഇപ്പം വരാവേ. ചക്കക്കുരുവിൻ്റെ അരപ്പെടുത്തോണ്ട് വരാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയുടെ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ചെറിയൊരു ചക്കക്കുരു മാങ്ങയും കറിയെന്നും പറഞ്ഞ് വെക്കുവേ. പക്ഷെ അത് മുട്ടനായിപ്പോവും. എന്ത് ചെയ്യാനാണ് പറ? ശരിയല്ലേ? കൈയൊക്കെ കഴുകിയതാട്ടോ, ആരും വൃത്തിയില്ലെന്നൊന്നും പറഞ്ഞേക്കല്ലേ. കൈയൊക്കെ കഴുകി കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെത്തിയതാണ്. ജോലിയൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് ചെയ്യണം. ഇച്ചിരി അടുത്തൊന്ന് പറയാം കേട്ടോ. ജോലിയൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ നല്ല ചുണയോടുകൂടി ചെയ്യണം. അല്ലാണ്ട് കുളിയും ജപവും ഇല്ലാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മനുഷ്യനാ ചിലപ്പോൾ രാവിലെ കുളിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിരാവിലെ ഒന്നും കുളിക്കണം കേട്ടോ. മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഉപ്പും എല്ലാം കൂട്ടിയിടുന്നോണ്ട് ഏതാ പിന്നെ ഇടണ്ട. തിളക്കല്ലേ, തിളച്ച അടിയാ. ഒരു പത മാത്രം വന്നുവെച്ചാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചക്കക്കുരുമാങ്ങ മനസ്സിലായല്ലോ. ഒരു പദം മേലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിർത്തുക. കടുക് വറുത്ത ഉലുവായ, കടുക്, വറ്റലമുളക്, കറിവേപ്പില എല്ലാം കൂടെ കഴിഞ്ഞു. ചക്കക്കുരുമാങ്ങയും കറി കഴിഞ്ഞു. അപ്പൊ കുട്ടികൾക്കൊക്കെ മനസ്സിലായല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? അമ്മച്ചി പറഞ്ഞു തന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലാകാത്തവർ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത് കടുവൊക്കെ വറുത്തിട്ടിട്ട് ചേട്ടൻ വരുമ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ കഴിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അപ്പം മുട്ടക്കറിയും ചേട്ടൻ പറഞ്ഞ് പഞ്ഞി പോലത്തെയാന്നാ പറഞ്ഞത്. അപ്പം ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ. നമ്മുടെ ചക്കക്കുരു മാങ്ങായ്ക്കും കറിക്ക് കടുക് വറക്കുക കേട്ടോ. കടുക് വറക്കുക. കടുകും മുളകും ഉലുവയും എല്ലാം കൂടി ഇട്ടാണ് കടുക് വറക്കുന്നത്. പിന്നെന്താ, നമ്മുടെ ഹെൽമെറ്റ് എടുത്തില്ല കടുക് വറക്കാൻ. ഇത് ചേട്ടൻ ഇന്നാള് വാങ്ങിച്ചോണ്ട് തന്നെ ഞാൻ കാണിച്ചല്ലേ. കടുക് വറുത്തു ഒക്കെ ഇതിനകത്തോട്ട് ഒഴിച്ചും കൊടുത്തു. പിന്നെ 2 കാലൂടെ വേണമായിരുന്നു. കാലില്ലാത്തോണ്ടേ ഇരിക്കത്തില്ല കണ്ടോ. ആ പോട്ടെ, സാരമില്ല. കാലില്ലേലും സാരമില്ല. ഇനി നമുക്ക് മീൻ വറക്കാം. അപ്പൊ ഇനി നമുക്ക് മീനും കൂടെ വറുത്താൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കൊഴുവ വറുക്കട്ടെ. വൈകിട്ടത്തേക്കും കൂടെ ഉള്ള കൊഴുവയാണ്. നാളത്തേക്കും കൊഴുവ വറക്കാം. കൊഴുവയും കൂടെ വറുത്താൽ നമ്മുടെ പണികളെല്ലാം കഴിയും. പിന്നെ ഉണ്ടെനിക്ക് പണി. ഇത് അടുക്കളയിലല്ല, ഈ പണി ഉണ്ട്. തൂത്ത് വരണം. മേളൊന്ന് തൂത്ത് വരണം. ഇതേ രാവിലെ കൊണ്ട് നമ്മുടെ അടുത്തുള്ള ബിജുവെ കൊണ്ട് തന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFIയുടെ നേതൃത്വത്തിൽ ഭക്ഷണം നൽകുന്ന ഹൃദയപൂർവ്വം പരിപാടി വലിയ ജനപങ്കാളിത്തമായി നടന്നു വരുന്നു. ഇതെല്ലാം എല്ലാ മാസവും ഈ ജനുവരി മാസം 14 ഞായറാഴ്ച കഞ്ഞിക്കുഴി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതാണ്. അന്നേ ദിവസം അങ്ങയുടെ വീട്ടിൽ നിന്നും വാഴയിലയിൽ പൊതിഞ്ഞ് പൊതിച്ചോറുകൾ നൽകി സഹായിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എപ്പം വന്നാലും നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഇതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് ഒരു പൊതിച്ചോറ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പൊതി കൊടുക്കുക. ഇതിപ്പോൾ ഒരു പൊതി പറഞ്ഞേക്കുന്നു കൊടുക്കുന്നതിന് അല്ലേ. നമ്മളായാലും ചോറ് വെക്കുന്നു, അതിലൊരു പങ്ക് പാവങ്ങളായ രോഗികൾക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? നമ്മൾ ചോറ് ഒരിക്കലും കളയരുത്. പാവങ്ങൾക്ക് കൊടുക്കുക. അപ്പം പാവങ്ങളൊന്നും ഇല്ലല്ലോ, രോഗികൾക്ക്. പാവങ്ങളായ ആൾക്കാരൊന്നും ഇപ്പില്ല, രോഗികൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. അയ്യോ, അപ്പം നമ്മൾ നേരം രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കും, പിറ്റേ ദിവസം രാവിലെ
എന്നതാ മനുഷ്യൻ്റെ കാര്യം? തിന്നുക, കുടിക്കുക, ഉറങ്ങുക. ഒരു കാര്യം ഞാൻ പറയുന്നില്ല, അതും ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് അടിക്കുക. എന്നാൽ എവിടെയെങ്കിലും കഴിച്ചിട്ട് ഒരിടത്ത് ശേഖരിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് തന്നെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് അത് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3 ദിവസത്തേക്ക് ഫ്രീ ആയേനെ. ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വൈകിട്ട് ചായ കുടിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം തന്നെ പിറ്റേ ദിവസം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നമുക്ക് എനർജി നൽകുന്ന രീതിയിൽ എത്തണം. ആ പിറ്റേ ദിവസം നമുക്ക് ഇത് തന്നെ ഈ കഴിച്ച തന്നെ എടുത്ത് വീണ്ടും ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം അത് തന്നെ എടുത്ത് കൊടുക്കുന്നു. 3 ദിവസം അങ്ങനെ കൊടുക്കണം. 4-ാമത്തെ ദിവസം നമുക്കൊന്ന് അതെല്ലാം തീരുക ശരീരത്തിൽ നിന്ന്. 4-ാമത്തെ ദിവസം നമുക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും കേട്ടോ. നമുക്കെന്നാ ഗുണം? നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ചാലേ നമുക്കൊരു ഗുണം കിട്ടത്തുള്ളൂ. എന്നാ ചെയ്യാനോ, നമുക്ക് ആ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ? 3 ദിവസം റെസ്റ്റ്, 3 ദിവസം പണി, 3 ദിവസം റെസ്റ്റ്, അങ്ങനെ. ഇത് നേരം വെളുക്കുമ്പോഴേ തുടങ്ങും. എന്നതാ കറി വെക്കുന്ന രാത്രിയിലെ ചിന്തയാ, ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്നത് തന്നെ രാവിലെ കാപ്പിക്കുന്നതാണ്. അയ്യോ ആക്രാന്തം പിടിച്ച് എഴുന്നേറ്റ് കാപ്പിക്കോളം ഉണ്ടാക്കി ഉച്ചക്കലത്തേക്കുള്ള ഈ നേരത്തെ ആലോചിച്ച് വെക്കാത്തവരാണ് തൂറി വാരി ചെയ്യുന്നത്. അത് സത്യാവസ്ഥയാണ്. ഞാൻ ചില ദിവസം ആലോചിച്ചില്ലെങ്കിൽ അന്ന് പെൻഡിങ്ങാ പണിയെല്ലാം. ഉച്ചയാകുമ്പോൾ താമസം വരും. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ അടുത്ത് പെറുക്കിയൊക്കെ ആക്കി വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ജോലി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉച്ചയാകുമ്പോഴോ കറി വെക്കുന്നതിനതാ ചോറ് എങ്ങനെ ഉണ്ടാക്കി വെക്കാം, ചോറിന് പ്രശ്നമില്ല. കറി എന്നതാ വെക്കുന്നത്, കറി തന്നെ ആ കറി എവിടെ നോക്കി ഓടിപ്പോയി നടന്നു. ചക്ക ഉണ്ടെങ്കിൽ ചക്കക്കുരു, മടല, എല്ലാം കൂഞ്ഞില് എല്ലാം കറി വെക്കാനുള്ളതൊക്കെ കിട്ടും. അത് 1 ദിവസം 2 ദിവസം അടുപ്പിച്ച് ചെയ്യാം. 3-ാമത്തെ ദിവസം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എപ്പം നമുക്ക് കിട്ടുകയെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് അതും പറ്റത്തില്ല, അടുപ്പിച്ചുള്ള കറിയും പറ്റത്തില്ല. ഒരുപോലത്തെ ചക്കയുള്ളപ്പം പിന്നെ ഒരു ഗുണമുണ്ട്. ചക്കക്കുരു മാങ്ങയും വെക്കാം, ചക്കക്കുരു പിന്നെ ഇരുമ്പപ്പുളിയും കൂടെ കറി വെക്കാം. അങ്ങനെ പല കറികൾ നമുക്ക് വെക്കാം. ഇന്നിപ്പം ഇന്നലെ മുരശുകറി ഇരിക്കുന്നതുകൊണ്ടാണ് എന്നിട്ടും വെച്ചു. ചക്കക്കുരുമാങ്ങയും കറിയും വെച്ചു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു. ഇതെല്ലാം മനുഷ്യർ തിന്നുമല്ലേ, ശരിയല്ലേ? അതുകൊണ്ട് ഈ സിസ്റ്റം നമുക്ക് ചെയ്യാം. ഈ സിസ്റ്റം ആയിരുന്നു നല്ലതായിരുന്നു. 3 ദിവസം മലവിസർജനം നടത്തിയിരുന്നു. അപ്പൊ ആ 3 ദിവസം നമുക്ക് ശരീരത്തുണ്ട്. ആ 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഫുഡ് നമ്മൾ വെക്കുന്നു, നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നു. 3 ദിവസം എങ്ങോട്ടും പോവരുത്, പറഞ്ഞിടത്തോട്ട് പോവരുത്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. നടക്കുമായിരിക്കും അങ്ങനെയൊക്കെ അല്ലേ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ മുമ്പോട്ട് ഇപ്പൊ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ വന്നേക്കുന്നത് അല്ലേ? ഇനി അച്ഛനെയും അമ്മയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതുമൊക്കെ ഉണ്ടല്ലോ, ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണിപ്പം. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മുടെ പിള്ളേർക്ക് പറ്റത്തില്ല, നമ്മുടെ പിള്ളേരുടെ മക്കളോ വല്ലോ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും. അപ്പൊ അവര് കുഴി മടിച്ചുകളും മടിയന്മാരും ആവും. ശരിയല്ലേ? നമ്മളാവുമ്പോ ഇത്രയെങ്കിലൊക്കെ ജോലി ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷവതിയാക്കുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറയുന്നല്ലേ, ഇതൊക്കെ നടക്കുവാവും. അന്നേരം നമ്മുടെ സതിന്റെ അവിടെ പോയി ചക്ക ഇട്ടിട്ട് വന്നില്ലേ, അതിൽ ഒരെണ്ണം ഞാൻ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള്. അപ്പൊ അത് പഴുത്തോടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനെ മുറിക്കാം. മുറിച്ച് മോൻ നാളെ പോവും. അപ്പം അവനും കൂടെ ചേട്ടൻ പറഞ്ഞു അവൻ പോകുന്നതിന് മുമ്പ് നമുക്ക് മുറിക്കാടി. അപ്പൊ അവനും കൂടെ കൊടുത്തു വിടാലോ, കഴിച്ചോണ്ട് പോകാലോ അവന്. ആഹാ സൂപ്പർ ആട്ടോ, സൂപ്പർ ചക്ക. വീണടത്തൊരു ചതം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ അവിടെ ഒരു ചെറിയ ഫ്രാക്ചർ. എന്നാന്ന് പറഞ്ഞാൽ അവർ വീണതല്ലേ, അവിടെ നിലത്തോട്ട് വന്ന് വീണതല്ലേ. അപ്പം അവിടെ മാത്രം ഒരു ചെറിയ ചതവുണ്ട്. ആ ചതവിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ, നമ്മൾ വീട്ടിൽ വെച്ച് പഴുപ്പിച്ചല്ലേ. അതേസമയം അതേ കിടന്ന് പഴുത്ത് താഴെ വീണ നമുക്കങ്ങനെ വന്നാൽ നമ്മൾ എടുക്കത്തില്ല. ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം അതേ നമ്മുടെ ചക്കയൊക്കെ അതേ കുറച്ച് നോക്കിക്കേ, നല്ല സൂപ്പർ. ഇവിടാണ് ചതഞ്ഞത് കണ്ടോ, അടിപൊളി ചക്ക. അപ്പം ഞങ്ങളിത് കഷ്ണിച്ച് വെക്കട്ടെ.
ഓക്കേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഞങ്ങൾ കഴിച്ചേക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ 1 മണിയായി. നമുക്ക് ചോറൊക്കെ വിളമ്പാൻ ഒരു ഇല എടുക്കാൻ പോകാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരില എടുക്കണം, ആ ഇല എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇല തന്നെ നിങ്ങളോട് പറഞ്ഞതിന് അപ്പുറം ഞാൻ കാണിക്കത്തില്ല കേട്ടോ. നിങ്ങളോട് പറഞ്ഞത് ആ ഇല എടുക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് ആ ഇല തന്നെ എടുക്കത്തുള്ളൂ. ഒന്ന് തുറക്കട്ടെ കേട്ടോ. നല്ല വെയിലാട്ടോ. വെയിലാണെപ്പറയും വെയിലാണ്, മഴയാണെപ്പറയും മഴയാണ്. മനുഷ്യരുടെ കാര്യം എന്തോ അല്ലേ. സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് വട്ടാൻ തോന്നും, എല്ലാത്തിനും വട്ടം. നമുക്ക് ഈ ഇല തന്നെ എടുക്കാം കേട്ടോ. ഈ ഇല അങ്ങനെ കൊള്ളത്തില്ലല്ലോ. അവനെ അങ്ങോട്ട് എടുത്ത് കഴുകി അങ്ങോട്ട് എടുക്കാം. അങ്ങനെ ഒരു അടിപൊളി ഇല കിട്ടി. അപ്പം നമ്മുടെ ഉറങ്ങിയ മുരശുകറി ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഉണർത്തിയെടുക്കാവേ. ഉണർത്തിയെടുത്ത് നമുക്ക് അങ്ങോട്ട് അവനെ അങ്ങോട്ട് ഉണർത്തിയെടുത്ത് നമുക്ക് കഴിക്കാം. പിന്നെ ചക്കക്കുരു മാങ്ങയും കറി, പിന്നെ ഉലുവ വറുത്തു, രസം കേട്ടോ. വെണ്ടക്ക മെഴുക്കോട്ട്, എല്ലാത്തിനും നമുക്ക് ചോറുണ്ണാം കേട്ടോ. ഞങ്ങൾ ചോറുണ്ണാൻ പോവാണേ കേട്ടോ. ചോറൊക്കെ ഞങ്ങൾ ഉണ്ണട്ടെ കേട്ടോ. എല്ലാവരും ചോറുണ്ണാൻ പോവാണ്. അപ്പം ചോറുണ്ണട്ടെ. അപ്പം ഇന്ന് മൂത്തയാളിന്ന് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ്. ദേവൻ എല്ലാവർക്കും അറിയാലോ. അവിടുന്ന് ചോറൊക്കെ ഉണ്ടിട്ടേ വരുവുള്ളെന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ വണ്ടിയൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. ചേട്ടൻ്റെ വണ്ടി ബുള്ളറ്റൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ശരി, അപ്പം ഞങ്ങൾ ഉണ്ണട്ടെ. അപ്പോഴേ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞേ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മോൻ എവിടെയോ എന്നെ ചുമ്മാ എവിടെയോ അവർ പോകുന്നിടത്ത് എവിടെയോ കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ. എന്തോ ഒരു കണ്ടം പോലൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര കാറ്റാ. നമ്മുടെ ഈ 4 മണിക്കാറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. തിരുവഞ്ചൂരിലുള്ള ഒരു സ്ഥലമാണ് 4 മണിക്കാറ്റ്. അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. എന്നോട് പറഞ്ഞു എന്നെ കൊണ്ടുപോകാം, നമ്മുടെ ഇളയാൾ അങ്ങനെയെങ്കിലും പുറത്തിറങ്ങിക്കോളുമല്ലോ പുള്ളിക്കാരൻ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ശരിയാണ്, ഞാനും വരാം, അമ്മ ഞാൻ കൊണ്ടുപോകാം, അമ്മ വരണം എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകാൻ റെഡിയാവുകയാണ്. അവൻ റെഡിയാവുന്നു. അപ്പം ഞങ്ങൾ പോയച്ചക്ക വരാം. ചെന്നിട്ട് അവിടെ എന്നാന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. പോയിട്ട് വാ, സൂക്ഷിച്ചു പോണേ. സൂക്ഷിച്ചു വെക്കോളാം. പോയച്ചക്ക ഞങ്ങൾ വരാം കേട്ടോ. പെട്ടെന്ന് വരാം. പോയിട്ട് വാ. അങ്ങനെ ഞങ്ങളിത് മോൻ പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. കൈപ്പുഴക്കാറ്റിലെത്തി. പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ചുറ്റോട് ചുറ്റും പാടങ്ങൾ, കണ്ടങ്ങളല്ലേ ഇത്, കണ്ടങ്ങളാണ്. നോക്കിക്ക്, നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രസം. ഒത്തിരി ആൾക്കാരൊക്കെ കൂടി. പിള്ളേർ സെറ്റിനൊക്കെ ഭയങ്കര രസമാണ്. നമുക്കും കൂട്ടൊക്കെ വേണം. നോക്കിക്ക്, കണ്ടോ ഇതേ പാടങ്ങൾ. അയ്യോ, നോക്കിക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്നാ പുറമ്പേനെ എടുക്കുന്നുണ്ടോ? കൊക്കിനെ കണ്ടോ? കൊക്ക് ഇഷ്ടമാതിരി കൊക്കുണ്ടേ. നോക്കി നിറച്ചിരിക്കുന്നു കണ്ടോ. പൊന്നെ നല്ല രസമുണ്ട് കേട്ടോ. അവൻ ബജ്ജി നാരങ്ങകളൊക്കെ മേടിച്ചോണ്ട് വരുവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായയും നാരങ്ങാ വെള്ളവും ചായ മേടിക്കാൻ അവൻ പോയിട്ടുണ്ട്. അപ്പം നാരങ്ങാ വെള്ളവും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. പോയി മേടിച്ചുകൊണ്ട് വരട്ടവനെ, എന്നിട്ടെടുക്കാം. അപ്പം ഞങ്ങളെ ഇവിടെ വന്ന് ബജ്ജിയൊക്കെ മേടിച്ചു കേട്ടോ. മുട്ട ബജ്ജിയാണ്. എനിക്ക് നാരങ്ങാവെള്ളവും മുട്ട ബജ്ജിയും, അവന് ചായ മതിയെന്ന് പറഞ്ഞു. ചായയും ബജ്ജി. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. എന്ത് രസം കേട്ടോ. ഇത് കണ്ടോ, ഒരു ചെറിയ പ്ലാവ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് പോലെ ഫുള്ള് മൊത്തമായിട്ടില്ല. ഇതുണ്ടോ, മൊത്തമായിട്ടിങ്ങനെ ഒരു ദ്വീപ് പോലുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർ സെറ്റ് വെറുതെ അല്ല ഇതിലേക്കൂടെ വന്ന് ഉലാത്തി നടക്കുന്ന കേട്ടോ. എടാ കള്ളന്മാരെ, നീയൊക്കെ വെറുതെ അല്ല ഇങ്ങനെ കൊണ്ട് വന്ന് നടക്കുന്ന ഇതിലേ വരുന്നത്.
എപ്പോഴും ഒന്നും ഇല്ല, ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നു. ഇപ്പോൾ എത്ര പ്രാവശ്യം ഇവിടെ വന്നു? 2 പ്രാവശ്യം വന്നു. അങ്ങനെയാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞേ ഇന്നൊരു സ്ഥലം ഉണ്ടെന്ന്. ഇത് അങ്ങോട്ടുണ്ട് കേട്ടോ, 2 വീലറും കാറൊക്കെ എന്തോ അവിടെ നിന്നൊരു കാർ വരുന്നുണ്ടോ, ഒത്തിരി ആൾക്കാരാണ്. രസം കേട്ടോ. ചുമ്മാതെ സന്ധ്യ ഇവൻ പറഞ്ഞാൽ ശരി. ഇന്നലെ എന്നോട് പറഞ്ഞു സന്ധ്യ ഒരു 5 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി അമ്മേന്ന് പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു പറ്റത്തില്ല, എനിക്കിപ്പം തന്നെ 4:30 പോയെങ്കിലേ നേരത്തെ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് വന്നേക്കണമെന്ന് സന്ധ്യയ്ക്ക് മുമ്പായിട്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ പിന്നെ വേണ്ടാന്ന് വെച്ചു. അവൻ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ താമസിച്ചു. കണ്ടോ, ഇതാ ഒരു കാർ വരുന്നു. വളരെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആരെങ്കിലും വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ എടി സതി, നിന്റെ വീട് കൈപ്പുഴയല്ലേ? നീ ഇതുവരെ ഈ ഒരു സ്ഥലം കണ്ടിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അവൾ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഈ കൈപ്പുഴയാണോ നീ പറയും? നമ്മുടെ കൈപ്പുഴ എനിക്കറിയത്തില്ല. ഇത് കൈപ്പുഴ കാറ്റെന്നാണ് പേര്. ഓക്കെ, ഇതാണ് അടിപൊളി. നമ്മുടെ മീനച്ചിലാറ് തോറ്റു കണ്ടോ, എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിയേ. ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ. രസം. ഓഹോ, ഭഗവാൻ നിൽക്കുന്നുണ്ടോ? നമ്മുടെ ആദിത്യ ഭഗവാൻ. എന്ത് വേണം? അങ്ങനെ ചെത്തി നടക്കും പിള്ളേർ സെറ്റൊക്കെ ഇതുവഴി കേട്ടോ. ചേട്ടനെയും കൂടെ കൊണ്ടുവരണമായിരുന്നു. ചേട്ടൻ പറഞ്ഞു അമ്മയും മോനും കൂടെ പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളെ വിട്ടതാ. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടൊക്കെ വരാൻ പറഞ്ഞു. കണ്ട, ഇതാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്, കൈപ്പുഴ കാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.